ഖബറിലുള്ള ശിക്ഷയെ ഓർത്തു നീ കരയേണ്ടതാ എന്ന് മവാഹിബുൽ ജലിയയിൽ തഅ്വ മൗലവി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സുന്നിയായ മൗലവിയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ആ പുസ്തകത്തിലുള്ളത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള, നിങ്ങളുടെ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിലുള്ള. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് കുല്ലു ബിദ്അത്തിൻ വലാല എന്ന് പറയുന്ന ഹദീസ്. എന്നാൽ ഹിജ്റ 300 ശേഷം വന്ന ബിദ്അത്ത്, ഇത് നിങ്ങളുടെ സുന്നി പണ്ഡിതന്മാർ പറയുന്നു. ഇതിന് വല്ല മറുപടിയുമുണ്ടോ? തടി ഉരാൻ നോക്കണങ്ങൾ. ചോദ്യമാണ്. തഴവ മൗലവി, നമ്മൾ ഈ മാലയും മൗലിതൊക്കെ നടത്തണമെന്ന് പറയുന്ന ആളുകളാണല്ലോ നമ്മള്. അപ്പൊ തഴവ മൗലവി പറയുന്നു അത് ഹിജ്റ 300 ശേഷം വന്ന ആചാരമാണ്. നിങ്ങൾ ഈ പറയുന്ന മാതിരി അതിന് ഇസ്ലാമിൽ തെളിവൊന്നുമില്ല എന്ന് പറയുന്നു എന്നാണ്. തടി ഊരാതെ മറുപടി പറയണം. തടി ഊരിയിട്ട് റൂഹ് കൊണ്ടല്ല ഞാൻ പറയുന്നത്, തടിയോട് കൂടെയാണ് ഞാൻ മറുപടി പറയുന്നത്. എന്താണ് തഴവ പറയുന്നത്? മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്, അതുകൊണ്ട് അതൊക്കെ അനാചാരാണ്, ബിദ്അത്താണ്, തെറ്റാണ്, മാറ്റേണ്ടതാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. ഇത് ഇവിടെ നിന്നല്ല, എല്ലാ മുഖാമുഖത്തിലും സാധാരണഗതിയിൽ ഇവർ റബീഉൽ അവ്വൽ മാസമായാല് പ്രത്യേകിച്ചും ഈ 2 വരി കൊണ്ട് മാത്രം ഇങ്ങനെ പാടി നടക്കും. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, ഹിജ്റ 300 ശേഷം വന്നതാ എന്ന ഈ 2 വരിയും പാടിയിട്ട് ലോകത്തൊന്നാകെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കലാണ് സർവ്വ വിദ്യാർത്ഥികൾക്കും പണി. അതിന്റെ അപ്പുറോ ഇപ്പുറോ എന്ത് പറഞ്ഞു എന്ന് നോക്കാറില്ല. തഴവ എന്നിട്ട് പറയുന്നത് ഇത് മൗലിദ് കളിക്കാൻ പാടില്ല, അത് തെറ്റാണ്, അത് മോശമാണ് എന്നല്ല. ആ വരികളിൽ 2 വരികൾ അതിന്റെ താഴങ്ങൾ നോക്കിയാൽ കാണാം, തഴവ തന്നെ പറയുന്നുണ്ട് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനായി മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. എന്താ പറഞ്ഞത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനായി മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം ഇല്ലാതാവണോ? മൗലിദ് ഓതിക്കോളി എന്ന് തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി നമ്മെ പഠിപ്പിക്കുന്നു. മുസീബത്തുകൾ തട്ടണമോ? മൗലിദ് ഓതിയാൽ അത് തട്ടാം, അത് തട്ടിത്തെറിപ്പിക്കാൻ കഴിയും. വിഷമങ്ങൾ ഇല്ലാതെയാവണമോ? മൗലിദ് ഓതിയാൽ മതി എന്നാണ് തഴവ മൗലവി പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നത് കാണാം, ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ, ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്കി ശരഹു ശമായിലിൽ. ഇത് ഇമാം സുയൂത്തി തന്റെ ശറഹു ശമാഇൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല എന്നാണ് തഴവ മൗലവി പറയുന്നത്. അപ്പൊ ഇത് ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്, അത് പാടില്ല, ചെയ്യാൻ പാടില്ല, തെറ്റാണ്, കുല്ലു വിദ്യാർത്ഥും ഹലാല, എല്ലാ വിദ്യാർത്ഥും പുതിയതൊക്കെ നരകത്തിലേക്കുള്ളതാണ്, അതുകൊണ്ടൊക്കെ ഇത് ചെയ്യുന്ന സുന്നികളൊക്കെ നരകത്തിലാകുന്നു എന്നല്ല താഴെ പറയുന്നത്. അത് ചെല്ലണം, അത് കഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ് എന്ന് പറയുന്ന അർത്ഥം എന്താ? അത് തഴവ തന്നെ പറയുന്നുണ്ട്. തഴവ ചെല്ലിയ തഴവയുടെ ചോദ്യകർത്താവ് ചോദിച്ച അതേ വരികളുടെ താഴെ അങ്ങ് നോക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത് കാണാം, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞിട്ട് തഴവ തന്നെ തുടർന്ന് പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ഈ ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് പറയുന്ന മൗലിദ് ആഘോഷം അത് എന്താണെന്ന് അറിയോ? അത് സാധാരണ ലോകത്ത് മൗലിദ് ആദ്യമായി തുടങ്ങിയത് 300 ശേഷമാണ് എന്നല്ല. പിന്നെ അതൊരു പ്രത്യേക മൗലിദാണ്. താഴെ തന്നെ ഉടനെ പറയുന്നു, മലിക്കുൽ മുളഫർ ധീരരായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വന്ദർമിഷ്ടന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലന്താഘോഷമാ. ഇതാ താഴെ പറയുന്നത്. ഇർബൽ ഭരിച്ച മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം രാജകീയ പ്രൗഢിയോടെ
റബീഉൽ അവ്വൽ മാസമായാൽ മൗലിദ് ആഘോഷം നടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ മൗലിദാഘോഷ പരിപാടി ഹിജറ 300-ന് ശേഷം ഉണ്ടായത്. കാരണം അദ്ദേഹം അന്നാ ജീവിച്ചത്, പിന്നെ അതിന് മുമ്പ് അദ്ദേഹത്തിന് നടത്താൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഹിജറ 300-ന് ശേഷമാണ് ജീവിച്ചത്, അതുകൊണ്ട് അന്നായിരുന്നു നടത്തിയിരുന്നത്. എങ്ങനെയാണ് ആ മൗലിദാഘോഷം? നമ്മൾ നടത്തുന്നത് പോലെയൊന്നുമല്ല. അത് തഴവ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഇതാ താഴെ പറയുന്നത്. താഴെ പറയുന്നത് മുളഫർ രാജാവ് കഴിച്ചു എന്ന് പറയുന്ന മൗലിദ് അത് നമ്മൾ കഴിക്കുന്ന മാതിരിയുള്ള മൗലിദല്ല, രാജകീയ പ്രൗഢിയോടെയുള്ള മൗലിദാണ്. അതാണ് താഴെ പറഞ്ഞത്. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. 5,000 ആട്, 10,000 കോഴി. 5,000 ആടും 10,000 കോഴി ചേർത്തിട്ടുള്ള ഒരു ചെറിയ ഒരു മൗലിദ് പരിപാടി. ഇതാ മുളഫർ രാജാവിന്റെ മൗലിദ് ആഘോഷം. എന്നിട്ടോ, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. 1,30,000 പാത്രങ്ങളിൽ മധുര പലഹാരങ്ങളും. അതെപ്പോഴാ? ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളതായി മധുര പലഹാരം. 1,30,000 പാത്രങ്ങൾ. ഒരു പാത്രത്തിൽ നിന്ന് ഒരു ശരാശരി 5 ആള് കൂട്ടുക. മധുര പലഹാരമാകുമ്പോ അങ്ങനെയാണ്. 5 ആള് കൂട്ടിയ അംഗസംഖ്യ എത്രയായി? പോകട്ടെ, ഒരു പാത്രത്തിന് ഒരാളെ വെച്ച് കൂട്ടിക്കോ, അപ്പോൾ എത്രയായി? 1,30,000 പാത്രങ്ങളിൽ മധുര പലഹാരവും നടത്തിക്കൊണ്ട് മുളഫർ രാജാവ് അദ്ദേഹം അതാ രാജകീയ പ്രൗഢിയോടെ മൗലിദാഘോഷം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ മൗലിദാഘോഷത്തെ കുറിച്ച് വീണ്ടും തഴവ തന്നെ പറയുന്നുണ്ട്. മൗലിദൊന്ന് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി 1,000 നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. മൗലിദ് ഓതാനുള്ള മൗലിദ് കിതാബ് ഉണ്ടാക്കിയ അന്നത്തെ വലിയ ആലിമ് ഷെയ്ഖ് ഇബ്നു ദഹിയ മഹാനവറുകൾ ഒരു മൗലിദ് രചിച്ചു കൊടുത്തപ്പോ 1000 സ്വർണ്ണ നാണയ, 5ഉം 10ഉം കൊടുത്താ പോരാ. മൗലിദ് ഓതുമ്പോ 1000 കൊടുക്കുന്നത്, 1ഉം 2ഉം അല്ല. എന്നിട്ടോ അദ്ദേഹം താഴെ തന്നെ പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന. ഒരു വർഷം മൗലിദ് കഴിക്കാൻ 3 ലക്ഷം സ്വർണ്ണാണ് മുളഫർ രാജാവ് ചെലവഴിക്കുന്നത്. അങ്ങനെയുള്ള മുളഫർ രാജാവ്, എന്നിട്ടോ രാജാവ് തോന്നിപ്പിക്കൽ മാത്രമല്ല, മൗലിദ് ശരീഫോതുന്ന സമയം വന്ന് ഇരിക്കുന്നതാ സദസ്സിൽ മുളഫറുമന്ന്. മൗലിദിന്റെ സദസ്സായി കഴിഞ്ഞാൽ മുളഫർ രാജാവ് വളരെ ബഹുമാനത്തിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാധിക്യത്താൽ മൗലിദ് സദസ്സിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ രാജകീയ പ്രൗഢിയോടെ 5,000 ആടും 10,000 കോഴിയും 1,30,000 പാത്രങ്ങളിൽ ഹലുവയും ഒക്കെ ഉള്ള രാജകീയ പ്രൗഢിയോടെയുള്ള മൗലിദാഘോഷ പരിപാടി ഇത് ഹിജറ 3,00,000 നൂറ്റാണ്ടിന് ശേഷമാണ് നടത്തിയിട്ടുള്ളത്. അത് ആർക്കും തർക്കമില്ല. അതുകൊണ്ട് മൗലിദ് ലോകത്ത് ആദ്യം നടത്തിയത് ഇദ്ദേഹമാണ് എന്നോ അല്ലെങ്കിൽ ഹിജറ 3-ന് ശേഷമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് താഴ്വ മാത്രമല്ല, ഹാഫിദ് ഇബ്നു ഖല്ലിഖാൻ തന്റെ വഫയാത്തുൽ അഅയാനി ബി അംബാഇ അബ്നാഇ സമാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ മിർആത്തുസ് സമാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് സുയൂത്തി തന്റെ അൽ ഹദീദിൽ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് താഴ്വ മുഹമ്മദ് കുഞ്ഞി മൗലവി പറഞ്ഞത് വഹാബികൾക്കും ജമാഅത്തെ ഇസ്ലാമികൾക്കും ഒരിക്കലും തെളിവല്ല, അതവർക്ക് പ്രതികൂലമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.